ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിക്ക് ബിസിനസ് തുടങ്ങാനായി 5 ലക്ഷം രൂപ തോമസ് ഏട്ടന്റെ ട്രാവൽസിൽ നിന്നും എടുത്ത സുധീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇതറിഞ്ഞു ഞെട്ടി നിധി ആ പണം ദിവ്യയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് തോമസ് ഏട്ടന് കൊടുക്കുകയും തോമസ് ഏട്ടൻ പരാതി പിൻവലിക്കുകയുമാണ്. നിനക്കിനി ജോലിയില്ല, ഇനി ട്രാവൽസിന്റെ ഭാഗത്തേക്ക് വന്നു പോകരുതെന്ന് പറഞ്ഞ് തോമസ് ഏട്ടൻ അവിടെ നിന്ന് പോകുമ്പോൾ സുഭാഷിനെ പറഞ്ഞുവിട്ട് സുധീഷുമായി സംസാരിക്കുകയാണ് നിധി. സുധീഷ് ചെയ്ത തെറ്റ് ക്ഷമിച്ച് നല്ല മനസ്സ് മനസ്സിലാക്കി സുധീഷിനെ ചേർത്ത് പിടിച്ച് രാത്രി സുധീഷിനെയും കൂട്ടി തോമസ് ഏട്ടന്റെ ട്രാവൽസിലേക്ക് വരികയാണ് നിധി. നിധി പറയുന്നു, സുധീഷ് അകത്ത് പോയി സംസാരിക്കുക. നിധി വരുന്നില്ലെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഞാൻ വരുന്നില്ല, സുധീഷ് തനിച്ചു പോയി സംസാരിച്ചാൽ മതി. ഇരുട്ടിൽ തനിച്ചു നിൽക്കുമ്പോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഞാൻ പണം തിരിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ സുധീഷ് ഇപ്പം ജയിലിലായിരുന്നേനെ, അപ്പൊ ഞാൻ തനിച്ചാകില്ലേ? സുധീഷ് പോയി കണ്ടിട്ട് വാ, ഞാൻ ഇവിടെ നിൽക്കാം. അപ്പൊ സുധീഷ് പറയുകയാണ്, അകത്തിരിക്കാൻ സ്ഥലമുണ്ട് നിധി, നിധി അവിടെ വെയിറ്റ് ചെയ്, തനിച്ച് ഇവിടെ നിൽക്കണ്ട. ഓക്കെ എന്ന് പറഞ്ഞ് നിധിയും അകത്തേക്ക് കയറി വരികയാണ്. സുധീഷ് പറയുന്നു, നിധി ഇവിടെ ഇരിക്കുക. ഇത് കേട്ട് നിധി അവിടേക്ക് ഇരിക്കുമ്പോൾ അകത്തേക്ക് കയറി ചെന്ന് തോമസ് ഏട്ടാന്ന് വിളിക്കുകയാണ് സുധീഷ്. ദേഷ്യത്തോടുകൂടി അവിടെ വന്ന് എഴുന്നേറ്റ് തോമസ് ഏട്ടൻ ചോദിക്കുന്നു, ഇപ്പൊ നീ എന്തിനാ വന്നേ? ഇറങ്ങിപ്പോടാ, നിന്നെ പോലെ ഒരുത്തിനെ ഇവിടെ ജോലിയൊന്നുമില്ല, എനിക്ക് നിന്നെ കാണുന്നതിന്റെ ഇഷ്ടമല്ല, ദയവ് ചെയ്ത് നീ ഇറങ്ങിപ്പോ. പൊട്ടിക്കറിഞ്ഞ് തോമസ് ഏട്ടന്റെ മുന്നിൽ കൈകൂപ്പി സുധീഷ് പറയുന്നു, എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തതെല്ലാം തെറ്റാ, ഞാൻ മോഷ്ടിക്കുന്ന ആളൊന്നും അല്ലാന്ന് തോമസ് ഏട്ടന് നന്നായിട്ട് അറിയാലോ. എന്റെ കൺമുന്നിൽ നിധി അപമാനപ്പെട്ടു നിന്നു, എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. ആ നിമിഷം എന്ത് ചെയ്യണോന്നറിയാതെ ഞാൻ ആ പണം എടുത്തത്. ആ പണം എടുത്തിട്ട് എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. തോമസ് ഏട്ടൻ അറിയുന്നതിന് മുമ്പേ എങ്ങനെയെങ്കിലും പണം തിരിച്ചു വെക്കാനായി എനിക്ക് അറിയാവുന്നിടത്തെല്ലാം കടം ചോദിച്ചു ഞാൻ. പക്ഷെ അതിനുള്ളിൽ തോമസ് ഏട്ടൻ അറിഞ്ഞു. തോമസ് ഏട്ടൻ വീട്ടിലേക്ക് വന്ന പണത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് സത്യം പറയാൻ പേടിയായിരുന്നു. തെറ്റായിപ്പോയി, സോറി, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ തോമസ് ഏട്ടന്റെ കാല് പിടിച്ച പൊട്ടിക്കരയുകയാണ് സുധീഷ്. ഒരുപക്ഷെ ഞാനാ എടുത്തെന്ന് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലും ഞാൻ ഉറപ്പായിട്ടും പണം തിരിച്ചു കൊണ്ടുവച്ചേനെ തോമസ് ഏട്ടാ. ഞാൻ അങ്ങനെയൊന്നും തോമസ് ഏട്ടനെ ചതിക്കില്ല, എന്നോട് ക്ഷമിക്ക്. അങ്ങനെ സുധീഷ് തോമസ് ഏട്ടന്റെ മുന്നിൽ കൈകൂപ്പി കരയുകയാണ്. കണ്ടു നിറങ്ങിയ സുധീഷിന്റെ കണ്ണീര് തുടിച്ചുകൊണ്ട് തോമസ് ഏട്ടൻ പറയുന്നു, എടാ സുധീഷ്, നീ കരയല്ലേടാ, കരയുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന് നിനക്ക് അറിയില്ലേ? തോമസ് ഏട്ടൻ എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞ് പൊട്ടിക്കരങ്ങിയ തോമസ് ഏട്ടനെ കെട്ടിപ്പിടിക്കുകയാണ് സുധീഷ്. തോമസ് ഏട്ടനും കരഞ്ഞുകൊണ്ട് സുധീഷിനെ ചേർത്ത് പിടിക്കുന്നു. സുധീഷിന്റെ കണ്ണീര് തുടിച്ച് തോമസ് ഏട്ടൻ ചോദിക്കുന്നു, എടാ സുധീഷ്, നിനക്ക് വേദനിച്ചോടാ? കൊച്ചു കുട്ടികളെ പോലെ നീ ഇങ്ങനെ കരയാതെ, നീ വിഷമിക്കാതെ, നടന്നു, ഞാൻ എല്ലാം മറന്നു. നീ ഒരു കാര്യം ചെയ്, നാളെ മുതൽ ജോലിക്ക് വാ. അപ്പൊ സുധീഷ് പറയണ, ഞാൻ ജോലിക്കൊന്നും വരുന്നില്ല തോമസ് ഏട്ടാ, ഞാൻ ചെയ്ത തെറ്റിന് ക്ഷമ പറയണമെന്ന് തോന്നി, അതിനാ ഞാൻ വന്നത്. തോമസ് ഏട്ടൻ എന്നോട് ക്ഷമിച്ച് വീണ്ടും എന്നെ ജോലിക്ക് എടുക്കണമെന്ന് ഞാൻ പറയില്ല, എനിക്ക് തോമസ് ഏട്ടനോട് ക്ഷമ പറയണമെന്ന് തോന്നി. ഇതിയുടെ തോമസ് ഏട്ടൻ പറയണ, നീ എന്നോട് ക്ഷമ പറഞ്ഞില്ലേ? ഈ ജോലി ഇല്ലെങ്കിൽ നീ വേറെ ഏത് ജോലിക്ക് പോകാനാ? നോക്ക്, നാളെ മുതൽ ജോലിക്ക് വരണം. ഞാൻ പണ്ടത്തെ പോലെ നിന്നെ വിശ്വസിക്കില്ല, ഡ്രോയർ പൂട്ടി വെച്ചിരിക്കും, നിന്റെ മുന്നിൽ വെച്ച് ഞാൻ പണം എടുക്കില്ല, ആ വിശ്വാസമൊക്കെ പോയി, അത്രേ ഉള്ളൂ, അല്ലാതെ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, മനസ്സിലായോ? അങ്ങനെ പുറത്തേക്ക് നോക്കുന്ന തോമസ് ഏട്ടൻ കാണുകയാണ് അവിടെ ഇരിക്കുന്ന നിധിയെ. തോമസ് ഏട്ടൻ ചോദിക്കുന്നു, നിന്റെ ഭാര്യ വന്നിട്ടുണ്ടോ? സുധീഷ് പറയുന്നു, വന്നിട്ടുണ്ട്, പുറത്തിരിപ്പുണ്ട്. അപ്പൊ തോമസ് ഏട്ടൻ പറയുന്നു, പാവം ആ കുട്ടി, നീ നേരത്തെ പറഞ്ഞല്ലോ എന്റെ ഭാര്യ അപമാനിക്കപ്പെടുന്നത് കണ്ട് സഹിക്കാനാകാതെയാണ് നീ പണം എടുത്തതെന്ന്. ഇപ്പൊ നീ പണം എടുത്തപ്പോൾ അവൾ അപമാനിക്കപ്പെട്ടില്ലേ? നിന്റെ പേരിൽ ഞാൻ കൊടുത്ത കേസ് പിൻവലിക്കാൻ പറഞ്ഞ് എന്റെ മുന്നിൽ വന്ന് അപേക്ഷിക്കുകയായിരുന്നു ആ കുട്ടി. അത് നിന്റെ ഭാര്യയ്ക്ക് അപമാനമല്ലേ? പണം കൊടുത്തിട്ട് അതേ വേഗത്തിൽ നീ കൊടുത്ത പണം തിരിച്ചു വാങ്ങിയത് കണ്ടോ? അത് അപമാനമല്ലേ? നിനക്ക് വേണ്ടി അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് നിന്നില്ലേ? അത് അപമാനമല്ലേ? ഇതൊക്കെ നീ ആലോചിക്കണ്ടേ സുധീഷേ? എടാ, നിന്റെ ചേട്ടൻ സുഭാഷില്ലേ, അവനെ കുറിച്ച് നീ എന്തെങ്കിലും ചിന്തിച്ചോ? ഇങ്ങനെ എല്ലാവരെയും വിഷമിപ്പിക്കണമായിരുന്നു? നിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കാനായി നിന്റെ ഭാര്യ എന്തോരം കഷ്ടപ്പെട്ടു. നിന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടല്ലേ ആ കുട്ടി നിനക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തത്. എടാ, ദയവ് ചെയ്ത് അത് മനസ്സിലാക്കി ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. നിന്റെ കുടുംബം ഈ സമൂഹത്തിൽ നീ കാരണം അപമാനിക്കപ്പെട്ട് നിൽക്കരുത്, തല ഉയർത്തി നിൽക്കണം. അത്രേ ഈ തോമസ് ഏട്ടന് പറയാനുള്ളൂ, മനസ്സിലായോ? കണ്ണീരൊക്കെ തുടച്ച് നാളെ രാവിലെ സന്തോഷമായിട്ട് ജോലിക്ക് വാ, ചെല്ല. ശരി തോമസ് ഏട്ടാന്ന് പറഞ്ഞ് കണ്ണീര് തുടച്ച് സുധീഷ് നിധിയുടെ അരികിലേക്ക് പോവുകയാണ്. തുടർന്ന് രാത്രി റോഡ് സൈഡിലൂടെ നടന്നു പോകുന്ന നിധി ചോദിക്കുന്നു, സുധീഷേ, വിശക്കുന്നുണ്ടോ? ഇല്ല നിധി എന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കാണ്, എന്തു പറ്റി സുധീഷേ, എന്താ സംഭവിച്ചേ? അപ്പൊ സുധീഷ് പറയുകയാണ്, എന്നെ പുറത്തിറക്കാൻ നിധി എന്തോരം കഷ്ടപ്പെട്ടെന്ന് തോമസ് ഏട്ടൻ പറഞ്ഞു. അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. എനിക്ക് തോമസ് ഏട്ടനെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. തോമസ് ഏട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറയാറുണ്ട്. പക്ഷെ ഇന്നെ തോമസ് ഏട്ടൻ ഉപദേശിക്കുകയാണ് ചെയ്തത്. ഞാൻ വളരെ മോശമായാ പെരുമാറിയത്. ഞാൻ ശരിക്കും വേസ്റ്റ് ആന്നിതേ. ഞാൻ ഒരിക്കലും മാറില്ല. സ്വഭാവം മാറ്റണമെന്ന് കരുതി ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് എടുത്തു വെക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ 4 സ്റ്റെപ്പ് പിന്നിലേക്ക് വെക്കുകയാണ്. നിധിയുടെ ലെവല് വേറെയാ, എനിക്കൊന്നും അടുത്ത് പോലും വരാൻ പറ്റില്ല. ഇത് കേട്ട് നിധി സുധീഷ് എന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി, അതാണ് സത്യം. നിധി നല്ല പഠിത്തമുള്ള ആളാ, നിധിക്ക് നല്ലൊരു ഫാമിലി ഉണ്ട്, ആ കുടുംബത്തിന് നല്ലൊരു പേരുണ്ട്. എനിക്കൊന്നുമില്ല. ഇങ്ങനെ റൗഡിയെ പോലെ എന്നോടൊക്കെ നിധി ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ വലിയ കാര്യമോ? നിധി എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നു, എന്റെ
എന്റെ വീട്ടിലുള്ള ആളുകളോടൊക്കെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നു. നിധി വന്നതിന് ശേഷമാണ് എന്റെ വീടായിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്ന നിധിയെ ഞങ്ങൾ എങ്ങനെയാ നോക്കേണ്ടത്? വലുതായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. പക്ഷെ ഞാൻ നിധിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുത്തി. തോമസ് ഏട്ടനോട് ക്ഷമ പറയിപ്പിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല നിധി. ഇത് കേട്ട് നിധി പറയുന്നു, എനിക്കറിയാം സുധീഷ്. അപ്പൊ സുധീഷ് പറയുകയാണ്, നിധിയെ ഞാൻ നന്നായി നോക്കണം, സന്തോഷിപ്പിക്കണം. ഞാനൊരു മോശപ്പെട്ടവനല്ല, നല്ലവനാണെന്ന് നിധിയുടെ മുന്നിൽ തെളിയിക്കണം. ഇങ്ങനെയൊക്കെ അങ്ങനെ സുധീഷ് കരഞ്ഞോണ്ട് പറയുന്നു, എനിക്ക് പറ്റില്ല, എനിക്ക് സംസാരിക്കാനും വയ്യ. ഇത് കേട്ട് നിധി സുധീഷ് എന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി എന്റെ ആഗ്രഹം നിധി സന്തോഷമായിട്ട് എന്റെ വീട്ടിൽ കഴിയണമെന്നുള്ളതാ. നിധി തക്കളിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളില്ലായിരുന്നു. അതെല്ലാം നടക്കണം. അതിനുവേണ്ടി ഞാൻ ബുദ്ധിയില്ലാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഇതൊക്കെ വലിയ തെറ്റായിപ്പോയി നിധി. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. അങ്ങനെ സുധീഷ് നിധിയുടെ മുന്നിൽ കരഞ്ഞു കൈ കൂപ്പുകയാണ്. കയ്യിൽ പിടിച്ച് നിധി ചോദിക്കുന്നു, സുധീഷ് എന്താ സുധീഷ് ഇത്? കൈയെടുക്ക്. നിധിയുടെ കയ്യിൽ പിടിച്ച് സുധീഷ് പറയുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു നിധി. എനിക്ക് നിധിയെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ നിധിക്ക് എന്നെ ഇഷ്ടമല്ലാന്ന് എനിക്കറിയാലോ. പക്ഷെ മനസ്സിനുള്ളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഒരു രാജകുമാരിയെ പോലെ ആയിരിക്കുമല്ലോ കാണുക. അവൾക്കൊന്നും സംഭവിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അങ്ങനെയുള്ള നിധിയെ ഞാൻ ആലോചിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യാതെ ഇങ്ങനെയൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചില്ലേ? ഞാൻ വലിയ തെറ്റാ ചെയ്തെന്ന് പറഞ്ഞ് സുധീഷ് പൊട്ടിക്കരഞ്ഞ് തലക്കടിച്ച് നിധിയുടെ മുന്നിലേക്ക് മുട്ടുകുത്തിയിരുന്ന് കൈകൂപ്പി പൊട്ടിക്കരഞ്ഞ് പറയുന്നു, എന്നോട് ക്ഷമിക്കണം നിധി. ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. ചുറ്റും നോക്കി നിധി ചോദിക്കുന്നു, സുധീഷ് എന്തായി ചെയ്യുന്നത്? എഴുന്നേൽക്ക് സുധീഷ്. അങ്ങനെ സുധീഷിന്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിധി ചോദിക്കുന്നു, ആരും തെറ്റ് ചെയ്യാത്തവരായിട്ടില്ല, എല്ലാവരും തെറ്റ് ചെയ്യാറുണ്ട്. അത് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കാനുള്ള ഒരു മനസ്സാണ് വേണ്ടത്. സുധീഷ് ചെയ്തത് തെറ്റാണെന്ന് സുധീഷിന് മനസ്സിലായില്ലേ? ഇനി എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പേയും ഒന്നല്ല 4 തവണ ചിന്തിച്ചേ ചെയ്യാവൂ. നമ്മുടെ മുന്നിൽ ഒരു അവസരം ഉണ്ടായിരുന്നു, അത് വേണ്ട. ഇപ്പൊ എന്താ സംഭവിച്ചത്? ആ കമ്പനിയില് ഞാൻ പാർട്ട്ണർ ആയില്ലെങ്കിൽ ലോകം ഇല്ലാണ്ടാകുമോ? ഇത് പോയാൽ മറ്റൊരു ചോദ്യം. എന്നെ എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാമെന്ന് സുധീഷ് എനിക്ക് പ്രോമിസ് ചെയ്ത് തന്നതാ. അത് നന്നായി ചെയ്തില്ലേ സുധീഷ്? ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടരുത്, മനസ്സിലായോ? ശരി, സാരമില്ല. നടന്നതൊക്കെ നമുക്ക് മറക്കാം. ഇതിനെ കുറിച്ച് ആലോചിച്ച് ഇനി സുധീഷ് വിഷമിക്കരുത്. വാ സുധീഷ്. അങ്ങനെ നിധി മുന്നോട്ട് നടക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് സുധീഷ്. അരികിലേക്ക് വന്ന കയ്യിൽ പിടിച്ചുകൊണ്ട് നിധി പറയുന്നു, വാ സുധീഷ് ഇങ്ങോട്ട്. രാവിലെ മുതൽ ഓടി തളർന്നു, വെള്ളം പോലും കുടിച്ചില്ല, ശരിയായിട്ട് ഭക്ഷണവും കഴിച്ചില്ല. അതുകൊണ്ട് ഈ ശോകകഥ പറയുന്നതൊക്കെ നിർത്തിക്കോ. ആദ്യം നമുക്കൊരു ചായ കുടിക്കാം. ചായ കുടിച്ചാലേ ജീവൻ തിരിച്ചു കിട്ടൂ. അതാ ഇപ്പോഴത്തെ അവസ്ഥ. വാന്ന് പറഞ്ഞ് സുധീഷിനെ നോക്കി പുഞ്ചിരിച്ച് സുധീഷിന്റെ കൈയും പിടിച്ച് ചായക്കടയിലേക്ക് പോവുകയാണ് നിധി. തുടർന്ന് സുധീഷും നിധിയും വരുന്നത് കാത്ത് ടെൻഷനോടുകൂടി ഹാളിൽ നിൽക്കുകയാണ് സുഭാഷും ദിഗേഷും ഹരീഷും. ഭാസ്കരനും ടെൻഷനോടുകൂടി ഇരിക്കുന്നു. ദിഗേഷ് ചോദിക്കുന്നു, ഹരീഷ് ഏട്ടാ, ഏട്ടത്തി വീട്ടിലേക്ക് വന്നാൽ ദേഷ്യപ്പെട്ട് ബഹളം വെക്കുവോ? വീട് വിട്ട് പോകുവോ? ഏട്ടത്തി പോകുവോ എന്ന് എനിക്ക് പേടിയാ. അപ്പൊ ഹരീഷ് പറയുകയാണ്, എടാ ഞാൻ എങ്ങനെ അറിയാനാ? ഞാൻ നിന്റെ കൂടെ അല്ലേ ഉള്ളത്? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാതെ മിണ്ടാതിരിക്കടാ. അപ്പൊ ദിഗേഷ് പറയുകയാണ്, എന്നോട് എന്തിനാ ഇങ്ങനെ പറയുന്നത്? എന്റെ ടെൻഷൻ കൊണ്ടല്ലേ ചോദിച്ചത്. അപ്പൊ ഹരീഷ് പറയുകയാണ്, നിന്റെ അതേ ടെൻഷൻ ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ട്. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സുഭാഷ് പറയുന്നു, ഭഗവാനെ നിധി ഈ വീട് വിട്ടു പോകരുത്. സുധീഷ് ചെയ്തത് വലിയ തെറ്റാ. പക്ഷേ ഈ ഒരൊറ്റ തവണ നിധി സുധീഷിനോട് ക്ഷമിക്കണം. ഭഗവാനെ കാത്തു രക്ഷിക്കണേ. ഈ സമയം സുധീഷും നിധിയെ അവിടേക്ക് വരികയാണ്. ഹരീഷ് പറയുന്നു, സുഭാഷേട്ടാ, സുധീഷേട്ടൻ വന്നു. എല്ലാവരും ടെൻഷനോടുകൂടി നിധിയെ നോക്കുകയാണ്. ചുറ്റും നോക്കി നിധി ചോദിക്കുന്നു, എന്തു പറ്റി? എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ? അപ്പൊ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തി, പോലീസ് സ്റ്റേഷനിൽ നിന്നും സുഭാഷേട്ടൻ മാത്രം വന്നു, നിങ്ങൾ രണ്ടുപേരും വന്നില്ല. അതാ എന്താ ഏതാന്നറിയാതെ ഞങ്ങൾ എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു. അപ്പൊ നിധി പറയുകയാണ്, അതാണോ? ഒന്നുമില്ല ഹരീഷ്, ഞാനും സുധീഷും കുറച്ചുനേരം സംസാരിച്ചിരുന്നു. സുധീഷിനെ ഞാൻ ട്രാവൽസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സുധീഷ് തോമസ് ഏട്ടനോട് സോറി പറഞ്ഞു. സോറി ചോദിച്ച ഉടനെ തോമസ് ഏട്ടൻ നോർമലായി. രാവിലെ ജോലിക്ക് വരാൻ പറഞ്ഞു. അല്ല സുധീഷ്. ഇത് കേട്ട് എല്ലാവരും വിശ്വസിക്കാനാകാതെ നിൽക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കാണ്, എന്താ മോളെ ഇത്? നീ ഇങ്ങനെ സാധാരണ കാര്യം പോലെ സംസാരിക്കുന്നത്? ഞാൻ വിചാരിച്ചു മോൾ ഇവിടെ വന്നാൽ ഉടനെ സുധീഷിനെ കുറ്റപ്പെടുത്തി ദേഷ്യപ്പെട്ട് ബഹളം വെക്കുമെന്ന്. ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. നീ എന്താ ഇപ്പം ഇവനെ അനുകൂലിച്ച് സംസാരിക്കുന്നത്? എല്ലാവരും ദേഷ്യത്തോടുകൂടി ഭാസ്കരനെ നോക്കുമ്പോൾ ചുറ്റും നോക്കി ഭാസ്കരൻ ചോദിക്കാണ്, എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? ഇത് പറഞ്ഞല്ലേ എല്ലാവരും ഇത്രയും നേരം ഭയന്നിരുന്നത്? കരഞ്ഞുകൊണ്ട് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, എന്നോട് ക്ഷമിക്ക്. ഞാൻ ചെയ്തത് വലിയ തെറ്റാ. ആ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാ. ഇനി ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്യില്ല. ഞാൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ പറ്റില്ല സുഭാഷ് ഏട്ടാ. ഞാൻ ആവശ്യമില്ലാതെ സുഭാഷ് ഏട്ടനെയും നിധിയെയും ഒരുപാട് വിഷമിപ്പിച്ചു. സോറി സുഭാഷ് ഏട്ടാ. ഇത് കേട്ട് എല്ലാവരും വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ
നിധി പറയുകയാണ്. കെട്ടിപ്പിടിച്ച് സോറി പറഞ്ഞാ മതിയോ? കാല് പിടിച്ച് സോറി പറ. സുഭാഷ് ഏട്ടാ എന്നോട് ക്ഷമിക്കുന്ന പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സുഭാഷിന്റെ കാല് പിടിക്കുകയാണ് സുധീഷ്. എന്താടാ സുധീഷ് ഇത്? എഴുന്നേൽക്കെന്ന് പറഞ്ഞ് സുഭാഷ് പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ ഹരീഷിനെയും നികേഷിനെയും കെട്ടിപ്പിടിച്ച് കരയുകയാണ് സുധീഷ്. നിങ്ങളെല്ലാവരെയും ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു. സോറിടാ. ഞാൻ നല്ലത് വിചാരിച്ചാ ചെയ്തത്. പക്ഷേ അത് മറ്റൊരു രീതിയിലായി നിങ്ങളെ എല്ലാവരെയും വിഷമിപ്പിച്ചു. എടുത്ത പണം എത്രയും പെട്ടെന്ന് തിരിച്ചു വെക്കാമെന്നാ വിചാരിച്ചത്. പക്ഷെ അതിനുള്ളിൽ ഇതിങ്ങനെയായി. തോമസ് ഏട്ടൻ വന്ന് ചോദിച്ചപ്പോഴെങ്കിലും ഞാൻ സത്യം പറയേണ്ടതായിരുന്നു. ഭയത്തില് ഞാൻ തോമസ് ഏട്ടനോടും കള്ളം പറഞ്ഞു. പണം എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാമെന്നാ വിചാരിച്ചത്. പക്ഷെ അതിനെനിക്ക് കഴിഞ്ഞില്ല. അതിനായി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും നിങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ടി വരുമെന്നും ഞാൻ വിചാരിച്ചില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്ക്. അങ്ങനെ കരഞ്ഞു കൈകൂപ്പി സുധീഷ് പറയുന്നു, നിധിയെങ്കിലും എന്നോട് ക്ഷമിക്ക്. നിധി ചോദിക്കുന്നു, എത്ര തവണ എന്നോട് ക്ഷമ ചോദിക്കും? സാരമില്ല, അത് വിടാൻ ഞാൻ പറഞ്ഞില്ലേ സുധീഷിനോട്. പിന്നെന്താ? അപ്പൊ സുഭാഷ് പറയണ, മോളെ നിധി, നീ ഇന്ന് ചെയ്തത് വലിയൊരു കാര്യമാ. പക്ഷെ നിധിയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഒരിക്കലും സുധീഷ് വിചാരിച്ചു കാണില്ല. സാഹചര്യം അങ്ങനെ ആയിപ്പോയി. പാവം നിധി, ഞങ്ങള് കാരണം ഇപ്പൊ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാനേ നേരമുള്ളൂ. സോറി നിധി, മോള് ക്ഷമിക്കണം. അപ്പൊ നിധി ചോദിക്കണം, എന്താ സുഭാഷ് ഏട്ടാ ഇത്? നിങ്ങൾ മാറി മാറി സോറി പറയുകയാണോ? എന്താണെന്നറിയില്ല, ഞങ്ങളുടെ ട്രാവല് പോലീസ് സ്റ്റേഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. നടന്നതിനെ കുറിച്ച് ഓർത്തോണ്ടിരിക്കണ്ട എല്ലാവരും. അതിനെ കുറിച്ച് ഇനിയും സംസാരിക്കുകയും വേണ്ട. എല്ലാവരും റിലാക്സ് ആയിട്ടിരിക്കുക. രാവിലെ മുതൽ അലങ്ങി തിരിഞ്ഞ് നടന്നതുകൊണ്ടായിരിക്കും നല്ല തലവേദന. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാം. അങ്ങനെ നിധി റൂമിലേക്ക് കയറി വാതിലടയ്ക്കുകയാണ്. ഇപ്പൊ സുഭാഷ് പറയുന്നു, സുധീഷ്, നിധി നിന്നോട് വല്ലാതെ ദേഷ്യപ്പെടുമെന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ സുഭാഷ് പറയുന്നു, വിടടാ, അതിനെ കുറിച്ച് തന്നെ സംസാരിച്ചിട്ട് എന്താകാനാ? അപ്പൊ ഹരീഷ് പറയണം, ഏട്ടത്തി വീട് വിട്ടു പോകുമോന്ന് ഞങ്ങള് പേടിച്ചു. അങ്ങനെയൊന്നും നടക്കാത്തത് കൊണ്ട് നല്ല സമാധാനമുണ്ട്. അപ്പൊ നികേഷ് പറയണം, അതെ ഹരീഷ് ഏട്ടാ, ഏട്ടത്തി ഇവിടുന്ന് പോകുമോന്ന് ഞാനും വല്ലാതെ ഭയന്നിരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് ഏട്ടത്തി സുധീഷ് ഏട്ടനോട് ക്ഷമിച്ചു. അപ്പൊ സുഭാഷ് പറയണ, സുധീഷ്, നീ അകത്തേക്ക് ചെല്ല്. സ്റ്റേഷനിലൊക്കെ പോയി വന്നതല്ലേ, കുളിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. പോ. ഇത് കേട്ട് കണ്ണീര് തുടച്ച് സുധീഷ് അകത്തേക്ക് പോവുകയാണ്. സുഭാഷ് പറയുന്നു, സാരമില്ലടാ, ഇന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ സംഭവിക്കുമെന്ന് ഭയന്നു. ഭഗവാൻ കാത്തു, അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ഹരീഷ് പറയണ, അതെ സുഭാഷ് ഏട്ടാ, ഇങ്ങനെയുള്ള തെറ്റൊക്കെ ക്ഷമിക്കണമെങ്കിൽ അതിനൊരു വലിയ മനസ്സ് തന്നെ വേണം. അപ്പൊ സുഭാഷ് പറയണ, എനിക്ക് ഇപ്പോഴാ സമാധാനമായത്. ഞാൻ പോയി നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം എടുത്തു വെക്കാം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാം. അച്ഛാ, എങ്ങോട്ടും പോകരുത്, ഇവിടെ തന്നെ ഇരിക്കണേ, ഞാൻ ഭക്ഷണം എടുക്കാം. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഈ വീട്ടിൽ എന്താ ഇങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ നടക്കുന്നു, അങ്ങനെ ചിന്തിച്ചാൽ ഇങ്ങനെ നടക്കുന്നു. എന്ത് വിചാരിച്ചാണോ ഈ പെങ്കൊച്ച് ഇവനോട് ക്ഷമിച്ചത്? അങ്ങനെ ഭാസ്കരൻ പുറത്തേക്ക് പോകുമ്പോൾ ഹരീഷ് ചോദിക്കാണ്, നിനക്കിപ്പം സമാധാനമായില്ലേടാ നികേഷ്? നിന്റെ ഏട്ടത്തി ഇവിടെ തന്നെ ഉണ്ടാകും. തുടർന്ന് ഉറങ്ങാനായി പായൊക്കെ എടുത്തിടുകയാണ് ഹരീഷും സുഭാഷും. സുധീഷ് വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുമ്പോൾ അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്നു, സുധീഷേട്ടാ, ഇനി എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഞങ്ങൾ എല്ലാവരും സുധീഷേട്ടനോട് ക്ഷമിച്ചില്ലേ? നിങ്ങൾ വരുന്നതിന് മുമ്പേ ഞങ്ങൾ എല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു. സുഭാഷ് ഏട്ടൻ നല്ല ദേഷ്യത്തിലായിരുന്നു. ഏട്ടത്തി ഈ വീട്ടിലേക്ക് വന്നാലുടനെ ഞാൻ ഇനി ഇവിടെ താമസിക്കില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും വല്ലാതെ പേടിച്ചു. ഏട്ടത്തി എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല. ഏട്ടത്തി സുധീഷ് ഏട്ടനോട് ദേഷ്യപ്പെട്ടതേ ഇല്ലേ? സുധീഷ് ഏട്ടനോടുള്ള അസൂയ കൊണ്ട് ചോദിച്ചതാണെന്ന് വിചാരിക്കണ്ട, അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, എനിക്കും അത് ആശ്ചര്യം. അവൾ എന്നോട് ദേഷ്യപ്പെട്ടതേ ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനെ പറഞ്ഞു വിട്ടു. അപ്പൊ ഞാൻ മനസ്സിൽ ചിന്തിച്ച എന്താണെന്നറിയോ? എല്ലാം കഴിഞ്ഞു. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ഇനി എന്റെ മുഖത്ത് നോക്കില്ല എന്ന് പറയും. ഉടനെ വീട് വിട്ട് ഇറങ്ങി പോവുകയാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വന്ന് ബാഗൊക്കെ എടുത്ത് പോകുമോന്ന് പേടിച്ചു. പക്ഷെ അവള് എന്താ പറഞ്ഞതെന്നറിയോ? സുധീഷ് ചെയ്തത് വലിയ തെറ്റാ, പക്ഷെ എനിക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പക്വതയോടുകൂടി പറഞ്ഞു. ഞാൻ അവളോട് വീണ്ടും വീണ്ടും ക്ഷമ ചോദിച്ചു. അവൾ അതൊന്നും വലുതായിട്ട് എടുത്തില്ല. എന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് വേണ്ടി ചിന്തിച്ച് എന്നെ നന്നായി മനസ്സിലാക്കി. എന്നെ അവള് സമാധാനിപ്പിക്കുകയായിരുന്നു. അവൾ എന്നെ വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കില്ലായിരുന്നു. എന്നോട് ക്ഷമിച്ച് എനിക്ക് വേണ്ടി സംസാരിച്ചില്ലേ, അതാ എന്റെ മനസ്സിനെ വേദനിപ്പിച്ചത്. അപ്പൊ സുഭാഷ് പറയുകയാണ്, നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നറിഞ്ഞപ്പോൾ ആ കുട്ടി എന്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും നിനക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ മുന്നിൽ തന്നെ നിന്നു. ഓഫീസിലേക്ക് പോയി കൊടുത്ത പണം തിരിച്ചു മേടിച്ച് ട്രാവൽസിലേക്ക് പോയി തോമസ് ഏട്ടനോട് അപേക്ഷിച്ച് പണം കൊടുത്ത് തോമസ് ഏട്ടനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് നിന്നെ പുറത്തിറക്കി. ഇതിന്റെ ആവശ്യമുണ്ടോ ആ കുട്ടിക്ക്? ഒരു 5 മിനിറ്റ് പോലും ആ കുട്ടി എവിടെ ഇരുന്നില്ല. അവിടെ എവിടെയൊക്കെ ഓടി നടന്ന് നിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പേ പുറത്തിറക്കി. ഇങ്ങനെ ഒരു പെൺകുട്ടി നിന്റെ ജീവിതത്തിൽ വന്നതിന് നീ ദൈവത്തിനോട് നന്ദി പറയണം. ദേ നോക്ക് സുധീഷ്, ഇനി നീ മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം നീ തന്നെ നശിപ്പിക്കുകയാണെന്നർത്ഥം. ഇത് കേട്ട് സുധീഷ് വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ തോളിൽ കൈവച്ച് ഹരീഷ് പറയുന്നു, വാ സുധീഷ് ഏട്ടാ, കിടക്കാം. തുടർന്ന് എല്ലാവരും നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ കണ്ണു നിറഞ്ഞ സുധീഷ് ഓർക്കുകയാണ് നിധി തന്നെ ചേർത്ത് പിടിച്ചത്. ഞാൻ എന്ത് ദേഷ്യപ്പെടണമെന്നാ സുധീഷ് പറയുന്നത്? വേണോന്ന് കരുതി സുധീഷ് ഇതെല്ലാം ചെയ്തതല്ലാന്ന് എനിക്കറിയാം. എന്നെ സഹായിക്കാൻ വേണ്ടിയാ സുധീഷ് ഇതെല്ലാം ചെയ്തത്. എനിക്ക് വേണ്ടി എന്തിനാ സുധീഷ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. തുടർന്ന് രാവിലെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സുഭാഷിനെ സഹായിക്കുകയാണ് നിധി. കുക്കറിന്റെ വിസിലടിക്കുന്നത് കേട്ട് സുഭാഷ് പറയുകയാണ്, സാമ്പാർ റെഡിയായി മോളെ. ഇതുള്ളത് കൊണ്ട് ഒരുപാട്
ഒരുപാട് സമയലാഭോ, ഇത് നേരത്തെ വാങ്ങേണ്ടതായിരുന്നു. അപ്പൊ നിധി പറയുകയാണ്, അതെ സുഭാഷ് ഏട്ടാ, പാചകത്തിന്റെ സമയം പകുതി കുറയും. ഇനി നോക്കിക്കോ, പെട്ടെന്ന് എല്ലാ ജോലിയും തീരും. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, മോളെ നിധി, നീ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നില്ലേ? ഇല്ല, പോകുന്നില്ല എന്ന് നിധി പറയുമ്പോൾ അപ്പൊ സുഭാഷ് പറയണ, സോറി മോളെ, അവിടെ പ്രശ്നമായതുകൊണ്ട് പോകാൻ പറ്റില്ല അല്ലെ? അപ്പൊ നിധി പറയണ, പ്രശ്നമൊന്നുമില്ല സുഭാഷ് ഏട്ടാ, ഞാൻ അവിടെ ജോലി നോക്കിക്കോളാം, പാർട്ട്ണർഷിപ്പ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഓഫീസിലേക്കൊക്കെ പോകും. ഓഫീസൊക്കെ റെഡിയാകാൻ കുറച്ച് സമയം എടുക്കും. അവരെല്ലാം സെറ്റ് ചെയ്യണ്ടേ, അതുവരെ ഞാൻ വീട്ടിലുണ്ടാകും. ജോലി കിട്ടിയത് കൊണ്ട് ഇനിയും ജോലിക്ക് അപ്ലൈ ചെയ്യുകയോ ഇന്റർവ്യൂവിന് പോവുകയോ അങ്ങനെയുള്ള ഒരു ജോലിയില്ല, ഫുൾ ഫ്രീ. തുടർന്ന് അവിടേക്ക് വന്ന ഭാസ്കരൻ സുധീഷിനോട് പറയുന്നു, ഇത്രയും കാലവും ജയിലിൽ പോയവൻ നീയൊക്കെ എന്നെ കുറിച്ച് പറയില്ലായിരുന്നു. ഇപ്പൊ നീയും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നുണ്ടല്ലോ. നിനക്ക് നല്ലൊരു ഭാര്യയെ കിട്ടിയിട്ടുണ്ട്. നന്നായി അവളുടെ കൂടെ ജീവിക്കാൻ നോക്ക്. ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് തോമസ് ഏട്ടൻ. ഫോൺ അറ്റൻഡ് ചെയ്ത സുധീഷിനോട് തോമസ് ഏട്ടൻ ചോദിക്കുന്നു, നീ എന്ത് ചെയ്യുവാടാ? അപ്പൊ സുധീഷ് പറയുന്നു, ഒന്നുമല്ല തോമസ് ഏട്ടാ, ഞാൻ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പൊ തോമസ് ഏട്ടൻ പറയുകയാണ്, നമ്മുടെ ഒരു റെഗുലർ കസ്റ്റമർ ലക്ഷ്മി മാഡം വിളിച്ചിരുന്നു. അവർക്കും അവരുടെ ഫാമിലിക്കും ഏതൊക്കെയോ ക്ഷേത്രത്തിൽ പോകണമെന്ന്. നിനക്ക് ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വലിയ ഓട്ടോ ആണേ, 2-3 ദിവസം ആകും. സുധീഷ് ചോദിക്കുന്നു, 3 ദിവസം ഞാൻ ഇവിടുന്ന് മാറി നിൽക്കണോ? അപ്പൊ തോമസ് ഏട്ടൻ പറയുകയാണ്, നീ ആലോചിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേറെ ഡ്രൈവറെ അയക്കാമെന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷെ അവർക്ക് നീ തന്നെ ചെല്ലണമെന്നാ പറയുന്നത്. അപ്പൊ സുധീഷ് പറയുകയാണ്, എന്റെ റെഗുലർ കസ്റ്റമർ അല്ലേ, ഞാൻ തന്നെ ചെല്ലണമെന്നാണ് അവർക്ക് ആഗ്രഹം. അപ്പൊ തോമസ് ഏട്ടൻ പറയുകയാണ്, ഞാൻ അവരോട് നീ ചെല്ലുമെന്ന് പറയട്ടെ? അപ്പൊ സുധീഷ് പറയുകയാണ്, തോമസ് ഏട്ടാ, എനിക്ക് കുറച്ച് സമയം എന്താ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. അപ്പൊ തോമസ് ഏട്ടൻ പറയുന്നു, ശരി, പെട്ടെന്ന് പറയണേ, അവര് വെയിറ്റ് ചെയ്യുക. ഈ സമയം അവിടേക്ക് വന്ന നീതു ചോദിക്കുന്നു, ബ്രോ സുഖാണോ? അടുത്തത് ഇനി ഇവളാണോ എന്ന് സുധീഷ് മനസ്സിൽ പറയുമ്പോൾ നീതു ചോദിക്കുന്നു, എന്താ ബ്രോ ഒന്നും പറയാത്ത എന്താ? സുധീഷ് ചോദിക്കുന്നു, നീ എന്താ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത്? എന്നെ ചോദ്യം ചെയ്യാൻ വന്നതാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് നീതു പറയുമ്പോൾ ഹരീഷ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. സുധീഷ് പറയുന്നു, അതെ, ഞാൻ പണം മോഷ്ടിച്ചു. എന്നെ പോലീസുകാർ കൊണ്ടുപോയി. നിധി എന്നെ പുറത്തിറക്കിയത്. ഇത് കേട്ട് നീതു ഞെട്ടി നിൽക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, തെറ്റായിപ്പോയി. ഇത് ചോദിക്കാനാണോ നീ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നേ? എന്താ സുധീഷേട്ടാ ഇതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, എന്താടാ എല്ലാം പറഞ്ഞു? നീ രാവിലെ തന്നെ ചോദ്യം ചെയ്യാൻ വന്നല്ലോ, നാട്ടിലെല്ലാവരും അറിഞ്ഞു കാണുമല്ലേ? ഇത് കേട്ട് ഹരീഷ് പറയണ, എന്റെ സുധീഷേട്ടാ, ഞാൻ ഒന്നും പറഞ്ഞില്ല. സുധീഷേട്ടൻ തന്നെ ഇപ്പൊ പറഞ്ഞത്. ഇതൊക്കെ ആരെങ്കിലും പറയുമോ? എല്ലാം പറഞ്ഞിട്ട് എന്നെ ചോദ്യം ചെയ്താൽ മതിയല്ലോ. നീതു ചോദിക്കുന്നു, എന്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോയെന്നോ? നീതു അങ്ങനെയൊന്നും ഇല്ലാതെ ഹരീഷ് പറയുമ്പോൾ നീതു പറയണ, പിന്നെ ഹരീഷിന്റെ ചേട്ടൻ പറഞ്ഞതോ? നീ ഇങ്ങോട്ട് വന്നു പറഞ്ഞ് ഹരീഷ് നീതുവിനെയും കൂടി അകത്തേക്ക് പോകുമ്പോൾ ഭാസ്കരൻ പറയണ, എടാ നീ കവലയിലേക്ക് ചെന്ന ഉറക്കെ പറ, ഞാൻ ജയിലിലേക്ക് പോയി എന്ന്. മോഷണ കുറ്റത്തിന് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നു നീ തന്നെ എല്ലാവരോടും പറ. നിന്റെ ചേട്ടൻ എന്താ പറഞ്ഞത്? നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, പറയാൻ തക്ക കാര്യമൊന്നുമില്ല നീതു, നീ എന്താ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നേ? അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു, വാ മോളെ, എന്താ രാവിലെ ഇങ്ങോട്ട് വന്നത്? അപ്പൊ നീതു പറയണ, എന്റെ അമ്മാവൻ നാട്ടിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന് പച്ചക്കറി കൃഷിയാ, നല്ല ഫ്രൂട്ട്സും പച്ചക്കറിയും ഒക്കെ കൊണ്ടുവന്നു. അതിന്ന് കുറച്ച് കൊണ്ടുവന്നതാ. രാവിലെ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാകുമല്ലോ, അതുകൊണ്ടാ രാവിലെ തന്നെ വന്നത്. എല്ലാം നല്ല ഫ്രഷ് സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് സുഭാഷിന്റെ കയ്യിലേക്ക് അതെല്ലാം കൊടുക്കുകയാണ് നീതു. അവിടേക്ക് വന്ന നിധി പറയണ, കൊള്ളാലോ നീതു, നീതുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സാധനം കുറച്ച് ഇങ്ങോട്ടേക്കും കൊണ്ടുവന്നു. അപ്പൊ നീതു പറയണ, അതെ ചേച്ചി, ഞാൻ ജീവിക്കേണ്ട വീടല്ലേ, അപ്പൊ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് തോന്നില്ലേ, അത് എടുത്തോണ്ട് വന്നേ. ചായ എടുക്കട്ടെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നീതു പറയണ, ചായ കുടിക്കാൻ സുഭാഷ് ഏട്ടാ, ഞാൻ ചായ ഉണ്ടാക്കാന്ന് പറഞ്ഞ് നിധി അടുക്കളയിലേക്ക് പോകുന്നു. ഹരീഷിനെ മാറ്റി നിർത്തി നീതു സുധീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഹരീഷ് നടന്ന കാര്യങ്ങളെല്ലാം നീതുവിനോട് പറയുന്നു. എല്ലാം കേട്ട നീതു സുധീഷിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, സോറി സുധീഷ് ഏട്ടാ, ഇപ്പഴാ ഹരീഷ് എന്നോട് എല്ലാം പറഞ്ഞത്. ഞാൻ ഒന്നും അറിഞ്ഞിട്ടല്ല സുധീഷ് എന്നോട് അങ്ങനെ ചോദിച്ചത്, സോറി. തുടർന്ന് നിധി നീതുവിന് ചായ കൊണ്ടു കൊടുക്കുകയും ചായ കുടിച്ച് സന്തോഷത്തോടു കൂടി എല്ലാവരോടും സംസാരിച്ച് നീതു പോകാനായി ഇറങ്ങുമ്പോൾ ഹരീഷ് കൊണ്ടാക്കാന്ന് പറഞ്ഞ് നീതുവിന്റെ ഒപ്പം പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്